ഡോക്ടർ നിങ്ങൾ പേടിച്ചേ. കൈ എടുക്കുന്നു. ചെറുപ്പത്തിനെ വളരെ വിശ്വാസമായെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരൂ. കൊണ്ട് സൂചി കൈ ഇവിടെ ഇരിക്കേ. അങ്ങോട്ട് നോക്ക് ജന്തു. ചിന്തേ, ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെക്കൂ. വക്കീലേ, പണ്ടേ ഉള്ള സ്വഭാവമാണ്. വന്നാ ഉടനെ ഒരു വെള്ളം കൂടി കൊണ്ടുപോയി കൊടു. സൂപ്രണ്ടിനോടല്ലേ ചോദിച്ചേ? കൊണ്ടുപോട്. ആണുങ്ങൾക്ക് വെള്ളം കൊടുക്കാനേ എന്നെ കിട്ടത്തില്ല. എന്റെ അച്ഛൻ ചാകാൻ കിടന്നിട്ട് പോലും ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുത്തിട്ടില്ല. പിന്നല്ലേ ഇപ്പോ. വെള്ളം അന്നത്തെ ആ കിണറ്റ് വെള്ളത്തിന്റെ അതേ രുചി. അങ്കേ മതി, ഈ പാട്ട് വേണ്ട, വേറെ മതി. ഗ്ലാസ് Friends, Romans, countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do lives after them, and the good is often interred with their bones. So, let there be with Caesar. Noble Brutus hath told you, Caesar was ambitious. If it were so, it was a grievous fault. മിസ്റ്റർ സത്യശീലൻ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ക്ലാസ്സിൽ ജൂലിയസ് സീസറിലെ മാർക്കാണ്ടിന്റെ പോർഷൻ അഭിനയിച്ച് കാണിക്കണമെന്ന് പ്രൊഫസർ അയ്യങ്കാർ സാർ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ അയ്യങ്കാർ സാറിന്റെ ക്ലാസ്സിലാണല്ലേ? ഏത് ക്ലാസ്സിൽ? പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. വെരി ഗുഡ്. താങ്ക് യു. ഹലോ ഹലോ. കൊച്ചു വളർന്നോ? അയ്യച്ച. ഇപ്പോൾ ഇയാൾക്ക് ഏതാണ്ട് 16 വയസ്സ് വരെയുള്ള ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തോന്നു 16 വയസ്സേ ആയുള്ളൂ. വാട്ട്സ് യുവർ നെയിം? വസുന്ധര. ഭാഗ്യരേഖ. Your name? പൊന്നമ്മ. Oh, that's an old name. Why don't you put some latest names? Okay, I'll call you Ponnu. Okay. Your name? നാൻസി. Oh, nice. അതിരിക്കട്ടെ. What is your name? My name is Satyashilan. You call me Satya. Okay. Okay, okay. ഈ പ്രായം വളരെ അപകടം പിടിച്ചതാ. നിങ്ങൾ സൂക്ഷിക്കണം. He is very romantic. ഈ പ്രായം നമുക്ക് എത്രയും വേഗം മറികടന്നേ പറ്റൂ. കൗമാര മനസ്സ് കുരങ്ങിന്റെ മനസ്സ് പോലെ ചപലം അല്ലേ ചിന്ത? സൂപ്രണ്ട് കുളിക്കുക. ആ സത്യശീലനെ കാണാനില്ല. ആ അമ്പിയുടെ കൂടെ വെള്ളത്തിലെങ്ങാനും കളിക്കാൻ പോയതാണോ? അങ്ങനെ തന്നെ അങ്ങ് വെള്ളത്തിൽ വീണ് ചാവട്ടെ കാലം. എന്നിട്ട് വേണം നമ്മളെല്ലാം കൊലക്കേസിൽ പ്രതികളാവാൻ. ഒന്ന് പോയി നോക്ക്. അയ്യോ, ഞാൻ ഇനി നോക്കാൻ ഒരിടം ബാക്കിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഓപ്പറേഷൻ സക്സസ്. ഡോക്ടറുടെ ചിരി കൊണ്ടാത്തോന്നും ഓപ്പറേഷൻ സക്സസ് ആയ സ്വന്തം കഴിവുകൊണ്ടാണെന്ന്. എന്റെ ഒറ്റ ഒരാളെ നിർബന്ധം കൊണ്ട് മാത്രമാണ് കൊഞ്ചിലുള്ള സത്യനെ പണിക്ക് വന്നത്.
അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും പയറ്റി. ചുമ്മാതല്ലോ, 5000 രൂപ അങ്ങോട്ട് എണ്ണി തരുന്നല്ലേ. നക്കിത്തരം പറയാതെ ഡോക്ടറെ, മാസം 10,000 രൂപ ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാരുടെ ലൈനാ ക്ലിയർ ആക്കി കൊടുത്തത്. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ നീ ഒരുപാട് ഓവറായി. എവിടെ ഓവറായത്? ആ ചിന്താമണി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടെത്തുന്ന നിമിഷം മുതൽ ആ സീലെ നീ കുളവാക്കി. ഓവറാകാതെ ഈ റോള് കൈകാര്യം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാ സച്ചി. ഞാനൊരു പുരുഷനല്ലേ, പേരെ നിറഞ്ഞിരിക്കുന്ന 4 പെണ്ണുങ്ങളുടെ ഞാൻ സംയമനം പാലിക്കണ്ടേ? 4 പെണ്ണുങ്ങളോ? 5 ഇല്ലേ? 1 കിളവിയല്ലേ? എടോ, എന്റെ ചിന്തയെ പറ്റി ഞാൻ ആവശ്യപ്പെടുത്താനുണ്ടല്ലോ. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? എന്നാ ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞാ എന്ത് ചെയ്യും? ഡോക്ടറെ സത്യൻ ഒരു തമാശ പറഞ്ഞല്ലേ. സത്യം ഇരിക്കേ. ഛേ, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തവൻ. ആരാടോ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവൻ? ഞാൻ പറഞ്ഞില്ലേ, കാര്യം കഴിഞ്ഞാൽ ഇയാൾ പുറകാലോട്ട് ചവിട്ടിറിയൊന്ന്. ഇയാള് മനഃശാസ്ത്രജ്ഞന്റെ മനസ്സിന്റെ സാധനം ഇയാൾക്കില്ല. കണക്കായി പോയി. കണക്ക് പുസ്തകത്തിൽ ഇത് വലിയ പുലിയാണല്ലോ. ദാ, ഈ കാശ് കൊടുത്ത് പറഞ്ഞവിടെ. പിടി. 5000 രൂപ ഉണ്ടല്ലോ. ഉണ്ട്. വരട്ടെ. ബൈ. ഈ വേഷത്തിലാണോ പോകാൻ പോകുന്നത്? ഈ വേഷം കൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? സ്റ്റാൻഡേർഡ് ഉള്ള പാർട്ടീസ്. ബീഥോവൻ. Excuse me, you have endless love? No. Okay, I'll manage it from somewhere. You better close it down. Thank you. Hi. Where the piece? Cut piece. Hi. അയ്യോ, ദേ വീണ്ടും വന്നു. എല്ലാരും ഒന്ന് ഓടല്ലേ. I'm very tired. Give me a glass of milk. അയ്യോ, സൂപ്രണ്ടേ. ഡോക്ടർ വിയൻ പൊറ്റി. എപ്പോ? എങ്ങനെ? Look nice. ചിന്തേ. Hello, uncle. How are you? പന്ന റാസ്കൽ, ഇവിടുത്തെ കുടുംബം ഏറ്റെടുക്കാൻ നീ ആരാടാ ചെറ്റേ? ചെറ്റത്തരം പറയാൻ സൂക്ഷിച്ചവനാടാ പോറ്റി. വാക്ക് തെറ്റിച്ച് നീ അല്ലടാ പട്ടി. പട്ടത്തോട് വീണ്ടും അടുപ്പത്തിലായെന്ന് വെച്ച് അഹങ്കരിക്കരുതടാ നാറി. ഉച്ചി വെച്ച കൈകൊണ്ട് നിന്നെ ഉദയക്രിയ ചെയ്യാനും എനിക്കറിയാം. നീ ആരുടെ ഉദക്രിയാനാ വീടിയുടെ വലിഞ്ഞേറെ വന്നത്? സത്യം പറ. തനിക്ക് വേണ്ടി ഈ പെണ്ണുങ്ങളുടെ പീഡനം കുറെ സഹിച്ചവനാണ് ഞാൻ. തന്റെ പെണ്ണുമ്പിള്ള എന്നെ സൂചി കിട്ടുകുത്തി, തലയിൽ ഐസ് വെച്ചു, ചെവി തൂവലിട്ടിളക്കി. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ആ ക്ഷീണം തീരണമെങ്കിൽ ദിവസവും മൂക്കുമുട്ട 4 നേരം ആഹാരവും കഴിച്ച് ഈ സുന്ദരിമാരുടെ പരിചരണം അനുഭവിച്ചാലേ പറ്റൂ. പൂജപ്പുരക്കോട് അത് താനും മനസ്സിലാക്കിയാൽ മതി. പ്രേരിപ്പിക്കുന്നവനാണ് കൂടുതൽ ശിക്ഷ. ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണെന്ന് നിനക്ക് ഓർമ്മ വേണം. താനൊരു മനഃശാസ്ത്രജ്ഞനാണോ എന്ന് സംശയമുണ്ട്. അത് തെളിയിക്കാൻ ഞാൻ മണിപ്പൂർ യൂണിവേഴ്സിറ്റി പോയിന്റ് വരും. മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെന്ന്. ഇതെന്താ? ഉറക്ക ഗുളിക. എന്തിനാ? സത്യശീലിന് കൊടുക്കാൻ, അല്ലെങ്കിലേ അവൻ കുളമാക്കും. ഈ ചേച്ചിമാരോട് എന്ത് ചെയ്യാ? യു ആർ വെരി സ്ലോ. ഇനിയിപ്പോ എപ്പോഴും ഇതൊക്കെ കൊടുക്കുക? ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു പ്ലീസ്. ഗ്ലാസ് ഞാൻ കൊടുത്താ കുടിക്കില്ല. സത്യശീല, എന്താ ചേച്ചി? പാവ സത്യശീലൻ രാവിലെ മുതൽ കഷ്ടപ്പെടുക. ഒരുപാട് ക്ഷീണിച്ചു പോയി. ഈ പാലെങ്കിലും കുടിക്കുക. കണ്ടോ, ഈ ചേച്ചിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ചേച്ചി വിഷം തന്നാലും ഞാൻ കുടിക്കും. ഈ കുന്തം എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നേ? ഈ ചേച്ചിക്ക് എപ്പ നോക്കിയാലും ദുർമുഖം. You look like a devil. കൊള്ള. ഒന്ന് ആട്ടിയാലുടനെ മോദം കിടുന്ന ഇയാളാണ് ഈ വീട്ടിൽ ഭരണം നടത്തുന്നത്. അയ്യോ, അതല്ല, പിന്നെ ഗുളിക കലക്കി കൊടുത്തു. അയ്യോ ചേച്ചേ, ഉറങ്ങോ? പേടിക്കാനോ? കിടക്കട്ടെ. അതൊക്കെ ശരിയാ. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും സത്യൻ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് ഇയാളോട് കടുത്ത ദേഷ്യം തോന്നി.
സത്യൻ തന്നെ അതിന്റെ കാരണം എന്നോട് പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായി. എന്തായിരുന്നു രണ്ടാം വരവിന്റെ ഉദ്ദേശം? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. കഴിവുള്ള ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് ഞാനെന്ന് സച്ചിദാനന്ദൻ നിങ്ങളോട് പറഞ്ഞെങ്കിലും സത്യം പറഞ്ഞ വരുമാനത്തിന്റെ കാര്യത്തിൽ ഞാനൊരു അവശ്യ കലാകാരനാണ്. സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു പെൺകുട്ടി എന്റെ ജീവിത സഖിയാകണമെന്നത് എന്റെ ഒരു ചിരകാല മോഹമായിരുന്നു. ഡോക്ടറെ ഏൽപ്പിച്ച ദൗത്യമായി ഞാനിവിടെ വരുമ്പോ സോറി എന്റെ മോഹങ്ങളും പൂവണിയുകയായിരുന്നു. യാദൃശികമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരു അനാഘ്രാത കുസുമം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പുരുഷ വിദ്വേഷത്തിന്റെ കറ തുടച്ചു മാറ്റി ആ പൂവിനെ സ്വന്തമാക്കാൻ ഈ വണ്ട് ആഗ്രഹിച്ചു പോയി. അതൊരു തെറ്റാ? പൊന്നമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്റെ അസുഖം ഇവൾക്കും വന്നാ? പൊന്നമ്മ എനിക്ക് ഇഷ്ടമാണ്. ഓപ്പറേഷൻ സക്സസ്.